ഇന്നത്തെ ടോപ്പിക്കാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതിനകത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻവോൾവ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഈസ് കോൾഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ജസ്റ്റ് ഡെഫിനിഷൻ ആണ്. അപ്പൊ ഇനി ഓർഡർ, ദ ഓർഡർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ലെ, ആ ഇക്വേഷനകത്ത് പാർഷ്യൽ ഡെറിവേറ്റീവ് കുറെ ഉണ്ടാവും. അതിന്റെ ഹയസ്റ്റ് ഓർഡറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഡർ ഓഫ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി അടുത്താണ് ഡിഗ്രി അല്ലെ. അപ്പൊ നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുവാണ്. അപ്പൊ അതിനകത്ത് ഹയസ്റ്റ് ഓർഡർ ഉണ്ട്, അതിന്റെ പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഗ്രി ഓഫ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദ പവർ ഓഫ് ദ ഹയസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഇൻ ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് നോൺ ആസ് ഡിഗ്രി അല്ലെ. ഇത് നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അപ്പൊ ഒരു എക്സാമ്പിൾ ആണ് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 0. ഇതെന്താണ്, ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് എന്താണ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ അല്ലെ, പിന്നെ എന്താ ഡോ സെഡ് ബൈ ഡോ വൈ. ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ ഉള്ളത്. അപ്പൊ ഇതിനകത്തുള്ള ഹയസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, 2 ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഓർഡർ എത്രയാണ്, 2 ആണ്. ഓർഡർ 2. ഓക്കെ, ഇനി ഇതിന്റെ ഡിഗ്രി കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഡിഗ്രി എന്ന് പറയുന്നത് ഹയസ്റ്റ് ഓർഡർ ഏതാണെന്ന് നോക്കുക, അതിന്റെ പവർ എത്രയാണ്. അപ്പൊ ഇതിന്റെ പവർ എത്രയാണ് ഇവിടെ ഉള്ളത്, 1 ആണ്. അപ്പൊ ഇതിന്റെ എത്രയാണ്, ഡിഗ്രി 1. ഓക്കെ, ഇനി ഇതേ ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ ചെറിയൊരു മാറ്റം വരുത്താണ് ഞാൻ. ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0 അല്ലെ. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള ഓർഡർ എന്ന് പറയുന്നത് എന്താണ്, ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പൊ ഹയസ്റ്റ് ഓർഡർ അല്ലെ. അപ്പൊ എന്താണ് ഓർഡർ എത്രയാണ്, ഓർഡർ 2 ആണ്. ഇനി ഡിഗ്രി നോക്കുവാണ്. ഡിഗ്രി നോക്കുമ്പോ ഇതിന്റെ പവർ എത്രയാണ് വരുന്നത്, ഈ ഹയസ്റ്റ് ഓർഡറിന്റെ പവർ 1 ആണ്. പക്ഷെ ഇവിടെ എന്താണ് സ്ക്വയർ ഉണ്ട് അല്ലെ, 2 ഉണ്ട്. അപ്പൊ പക്ഷെ നമ്മൾ എടുക്കേണ്ടത് ഹയസ്റ്റ് ഓർഡറിന്റെ പവർ ആണ് നോക്കുന്നത്. അപ്പൊ എന്താണ് ഇതിന്റെ പവർ എത്രയാണ്, 1 ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റും, ഡിഗ്രി 1. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. എന്താണ് ഹയസ്റ്റ് ഓർഡർ അല്ലെ, ഹയസ്റ്റ് ഓർഡർ ഏതാണ്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിനകത്ത് ഹയസ്റ്റ് ഓർഡർ എത്രയാണ്, ഏതാണ്, അതാണ് അതിന്റെ ഓർഡർ ഓഫ് ദ സിസ്റ്റം. അതിന്റെ പവർ ആണ് എന്ത് പറയുന്നത്, ഡിഗ്രി അല്ലെ. അപ്പൊ ഇതെന്താണ് സെക്കൻഡ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ. ഇതെന്താണ് സെക്കൻഡ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി. ഇവിടെ സ്ക്വയർ ഉണ്ടെങ്കിലും നിങ്ങൾ അത് കൺസിഡർ ചെയ്യാൻ പാടില്ല. ഇവിടെ ഹയസ്റ്റ് ഓർഡറിന്റെ പവർ എത്രയാണെന്ന് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെയും സ്ക്വയർ ഉണ്ടെങ്കിൽ അതെന്തായിട്ട് മാറി, ഡിഗ്രി 2 ആയിട്ട് മാറി കേട്ടോ. അപ്പൊ അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിക്കുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ് ഫോംസ് നമുക്ക് പഠിക്കണം. ഓക്കെ, ഇവിടെ സെഡ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എക്സ് കോമ വൈ. സെഡ് എന്ന് പറയുന്നത് എക്സിന്റെയും വൈയുടെയും ഫംഗ്ഷൻ ആണ്. സെഡ് ഇസ് ഈക്വൽ ടു എക്സ് വൈ ഹോൾ സ്ക്വയർ അല്ലെ. ഇങ്ങനെ വരുമ്പോഴാണ്. ഓക്കെ, അപ്പൊ സെഡ് ഈക്വൽ ടു എന്നാണ് പറയുന്നത് എക്സ് ആൻഡ് വൈ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെഡ് എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ സെഡ് എന്താണ്, ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. എക്സും വൈയും എന്തായിരിക്കും, നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. അപ്പൊ എക്സും വൈയും എന്തായിരിക്കും, ഇൻഡിപെൻഡന്റ് വേരിയബിൾ കേട്ടോ. അപ്പൊ സെഡ് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ. സെഡ് എന്ന് പറയുന്നത് എക്സിനെയും വൈനെയും ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സെഡിന് നമ്മൾ എന്ത് ചെയ്യും, പല രീതിയിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ആണ് എന്ന് പറഞ്ഞാൽ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ സെഡിനെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അതിന് നമ്മൾ എന്താ ഡിനോട്ട് ചെയ്യുന്നത്, പി എന്നാണ്. പിന്നെ ഡോ സെഡ് ബൈ ഡോ വൈ അതിന് നമ്മൾ എന്ത് ചെയ്യും, ക്യൂ. പിന്നെ എന്താണ് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ അല്ലെ. ആദ്യം ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഡോ സെഡ് ബൈ ഡോ എക്സ് ചെയ്ത് അതിന് വീണ്ടും എന്ത് ചെയ്തു, എക്സ് വെച്ചിട്ട് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതെന്താണ്, 6 ആണ്. പിന്നെ അടുത്താണ് എസ് അല്ലെ, ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ അല്ലെ. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റും, ആദ്യം നമ്മള് ഇത് രണ്ടും സെയിം ആണ്. അതായത് ഇത് തന്നെയാണ് എന്ത് പറയുന്നത്, ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സ്. ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇത് രണ്ടും എസ് ആണ്, എസ് തന്നെയാണ്. അപ്പൊ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആദ്യം വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആ കിട്ടുന്നതിന് എന്ത് ചെയ്യുക, എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, എക്സ് വെച്ച് ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആ കിട്ടിയതിനെ നമ്മൾ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എസ്. പിന്നെ അടുത്ത് എന്താണ്, ടി. ടി എന്ന് പറയുന്നത് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ. ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം.
PD ഒന്നാമത്തെ ടോപ്പിക്കാണ് ഫോർമേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, നമുക്കൊരു ഇക്വേഷൻ തരും, അതിൽ നിന്നും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യണം. ഓക്കെ, അതിനകത്തിൽ ഒന്നാമത്തെ മെത്തേഡാണ് എലിമിനേഷൻ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ്. ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എന്തുണ്ട്, രണ്ടാമത്തെ ഉണ്ട് എലിമിനേഷൻ ഓഫ് ആർബിട്രറി ഫംഗ്ഷൻ. അപ്പൊ ആദ്യം നമ്മൾ നോക്കുവാണ് എലിമിനേഷൻ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് അല്ലെ. അപ്പോ ഇതൊരു ഇക്വേഷൻ തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് സി ഹോൾ സ്ക്വയർ മൈനസ് എ സ്ക്വയർ അല്ലെ. അപ്പൊ നമുക്കറിയാം ഇവിടെ എക്സും വൈയും എന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. സെഡ് എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിൾ ആണ് അല്ലെ. ഇവിടെ രണ്ട് സംഭവങ്ങൾ തന്നെ എയും സിയും അല്ലെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ ആർബിട്രറി കോൺസ്റ്റന്റ്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. അതാണ് നമ്മളോട് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇവിടെ എ സ്ക്വയർ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്, ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെ. എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടും 2x. എക്സിന്റെ ഡിഫറൻസിയേഷൻ 2x വരും. പിന്നെ എന്താണ് y എന്ന് പറയുന്നത് എന്താണ്, നമ്മളപ്പോ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ് ചെയ്ത y എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പൊ y ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആയി. പ്ലസ് പിന്നെ എന്താണ് സെഡ് മൈനസ് സി ഹോൾ സ്ക്വയർ അല്ലെ. അപ്പൊ എക്സ് റേസ് ടു എൻ എന്നുള്ള ഫോമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ n ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. അപ്പൊ 2 ഇൻറ്റു സെഡ് മൈനസ് സി അല്ലെ. അപ്പോ ഇനി അതിനുശേഷം സെഡ് മൈനസ് സീനെ വീണ്ടും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ഇംപ്ലിസിറ്റ് ഫോം ആണ്. അപ്പൊ സെഡിന് നമ്മൾ എന്ത് ചെയ്യും, ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് എഴുതണം അല്ലെ. സെഡ് മൈനസ് സീനെ ഡിഫറൻഷിയേറ്റ് സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം, ഡോ സെഡ് ബൈ ഡോ എക്സ് ചെയ്യണം. ആദ്യം നമ്മൾ സെഡ് മൈനസ് സീനെ സാധാരണ പോലെ ഡിഫറൻഷിയേറ്റ് എക്സ്റേഷ്യൻ എന്നുള്ള ഫോമിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അതിനെന്ത് ചെയ്തു, ഡോ സെഡ് ബൈ ഡോ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ. സീനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആണ്. പിന്നെ എന്താണ് എയുടെ ഡിഫറൻസിയേഷൻ എന്താണ്, 0 ആണ്, കോൺസ്റ്റന്റ് 0. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒന്നാമത്തെ പാർഷ്യൽ ഡിഫറൻഷിയേഷന് ശേഷം കിട്ടിയിരിക്കുന്ന റിസൾട്ട് ഇങ്ങനെയാണ്. ഇതിനൊന്നും കൂടി എഴുതിയാല് 2x പ്ലസ് 2 ഇൻറ്റു സെഡ് മൈനസ് സി അല്ലെ. ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം പി ആണ്. അപ്പൊ പി ഇസ് ഈക്വൽ ടു എന്താണ്, 0. അപ്പൊ ഇതൊരു ഇക്വേഷൻ ആയി. ഓക്കെ അല്ലെ. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതേ ഇക്വേഷനിൽ തന്നെ നമ്മൾ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ 2x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും, 0 ആയിരിക്കും അല്ലെ. y വെച്ചിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ y സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2y പ്ലസ് ഇതെന്താണ്, y റേസ് ടു n എന്നുള്ള ഫോമാണ്. കാരണം സെഡ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് y ആണ് അല്ലെ. അപ്പൊ ഇതിന് നമ്മൾ ഇംപ്ലിസിറ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പോ സെഡ് മൈനസ് സി ഹോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു സെഡ് മൈനസ് സി അല്ലെ. ഇതിനടുത്ത് എന്താണ്, സെഡിന് നമ്മൾ y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നോർമലി എന്താണ്, ഡോ സെഡ് ബൈ ഡോ y ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, എ സ്ക്വയറിന് ചെയ്താൽ എന്തായിരിക്കും, 0. ഓക്കെ, അപ്പൊ നമുക്കൊന്നും കൂടി വൃത്തിയായിട്ട് എഴുതിയാൽ 2y ഇസ് ഈക്വൽ ടു എന്താണ്, 2y ഇസ് ഈക്വൽ ടു 2y പ്ലസ് 2 ഇൻറ്റു സെഡ് മൈനസ് സി അല്ലെ. ഡോ സെഡ് ബൈ ഡോ y എന്ന് പറയുന്നത് എന്താണ്, q ആണ് അല്ലെ. q ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, 0. അപ്പൊ നമുക്ക് രണ്ട് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നു. ഓക്കെ, ഇതിനൊന്നും കൂടി ഞാൻ വൃത്തിയായിട്ട് എടുത്ത് എഴുതി കഴിഞ്ഞാല് എന്തൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞാല്, നമുക്ക് വന്നിരിക്കുന്നത് 2x പ്ലസ് 2 ഇൻറ്റു സെഡ് മൈനസ് സി ഇൻറ്റു പി ഇസ് ഈക്വൽ ടു 0, 2y പ്ലസ് 2 ഇൻറ്റു സെഡ് മൈനസ് സി ക്യൂ ഇസ് ഈക്വൽ ടു 0 അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്, ഇവിടെ സീനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം അല്ലെ. ഇനി എ എന്തായാലും പോയി, ഇതിന് എ പോയി, ഇനി അടുത്ത് എന്താണ്, സീനെ എലിമിനേറ്റ്. ഇവിടെ നോക്കിയാൽ ഇവിടെ സെഡ് മൈനസ് സിയും ഇവിടെ എന്താ ഉള്ളത്, സെഡ് മൈനസ് സി ആണ്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ ഇക്വൽ ടു എന്ന് എഴുതി കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും എന്തായി പോകും, കട്ടായി പോകും അല്ലെ. അപ്പൊ നമുക്ക് എന്തായിരിക്കും, 2 ഇൻറ്റു ഇതിന് ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ മാറ്റി ചെയ്താണ്, 2 ഇൻറ്റു സെഡ് മൈനസ് സി ഇൻറ്റു പി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈനസ് 2x അല്ലെ. ഇനി അടുത്ത ഇവിടെയും എന്താണ്, 2 ഇൻറ്റു സെഡ് മൈനസ് സി, അത് അവിടെ വെച്ച് 2 ഇൻറ്റു സെഡ് മൈനസ് സി ഇൻറ്റു ക്യൂ ഇസ് ഈക്വൽ ടു മൈനസ് 2y അല്ലെ. ഈ രണ്ട് ഇക്വേഷൻ. ഇനി ഇതിന് രണ്ടിനും എന്ത് ചെയ്യാ, ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2 2 എന്തായി പോകും, കട്ടായി പോകും. സെഡ് മൈനസ് സിയും കട്ടായി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു പി ബൈ ക്യൂ ഇസ് ഈക്വൽ ടു മൈനസും കട്ടായി പോകും, 2 2 കട്ടായി പോകും, എക്സ് ബൈ വൈ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതിന്
ഒരു ഫോർമാറ്റിലേക്ക് എഴുതുകയാണ് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ പി ഇൻറ്റു വൈ അല്ലെ, ഇപ്പൊ പി വൈ മൈനസ് ഇസ് ഈക്വൽ ടു ക്യു എക്സ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? പി വൈ മൈനസ് ക്യു എക്സ് ഇസ് ഈക്വൽ ടു 0. ഇതാണെന്ന് പറയുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കേട്ടോ. അപ്പൊ ഇതിനകത്ത് എന്താ ചെയ്തിരിക്കുന്നത്? നമ്മള് സിനെയും എനെയും എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ തന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്നും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. അപ്പൊ അതിനകത്ത് നമ്മൾ എത്ര പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കണം അല്ലെ. അപ്പൊ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡോ സെഡ് ബൈ ഡോ എക്സ് വരാം, അതേപോലെ തന്നെ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയറും വരാം അല്ലെ. അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? ഓക്കെ, ഇതിനകത്തുള്ള നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇസ് ഈക്വൽ ടു എന്താണ്? നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കേണ്ട പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരിക്കും? ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. മനസ്സിലായോ? നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ is equal to number of arbitrary constant. അതായത് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തായിരിക്കും? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് ഫസ്റ്റ് ഓർഡർ. അപ്പൊ ഫസ്റ്റ് ഓർഡർ ആണ് കേട്ടോ. അപ്പോ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ട ആർബിട്രറി കോൺസ്റ്റന്റിന്റെ എണ്ണം നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിളിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ ഫോം ചെയ്യുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരിക്കും? ഹയർ ഓർഡർ ആയിരിക്കും കേട്ടോ. ഇഫ് നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഹയർ ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. അപ്പോ ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓക്കെ, നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വെക്കുക. അതായത് നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനകത്ത് എന്തായിരുന്നു? ഇവിടെ ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് സി ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്നാണ് അല്ലെ. അപ്പൊ എന്താണ്? ഇവിടെയുള്ള നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്? എക്സ് ആൻഡ് വൈ എത്രയാണ്? 2 ആണ്. നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് ഏതാണ്? സിയും എയും സിയും. അത് എത്രയാണ്? 2. അത് രണ്ടും ഈക്വൽ ആകുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? പിയും ക്യൂ ആണല്ലോ. അപ്പൊ അതെന്തായിരിക്കും? ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്താ പറയുന്നത്? ആർബിട്രറി കോൺസ്റ്റന്റിന്റെ എണ്ണം ഇൻഡിപെൻഡന്റ് വേരിയബിളിനേക്കാളും കൂടുതൽ ആണെങ്കിൽ അപ്പൊ കിട്ടുന്ന എന്താ? ഹയർ ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ സെക്കൻഡ് ഓർഡർ ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കും? തേർഡ് ഓർഡർ ആവാം അല്ലെ. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി വൈ പ്ലസ് എ ബി ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി കോൺസ്റ്റന്റ്. ഇവിടെ തന്നിരിക്കുന്നത് സെഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ബി വൈ പ്ലസ് എ ബി അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഇതിന്റെ ഓർഡർ എന്തായിരിക്കണം എന്നാണ്. നമ്മൾ ഫോം ചെയ്യാൻ പോകുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താണെന്ന് നോക്കുന്നത്. അപ്പൊ ഒന്നാമത്തത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ലെ. ഇവിടെ സെഡ് എന്ന് പറയുന്ന ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. എക്സും വൈയും എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് അല്ലെ. അതെത്രയാണ്? നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എത്രയാണ്? 2 ആണ്. ഇതിന്റെ അടുത്ത് എന്താണ്? നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് എ ബി അല്ലെ. ഇവിടെ എയും ബിയും അത് വീണ്ടും എന്താണ്? എ ബി ആയിട്ട് എഴുതി ഇവിടെ. അപ്പോ നമുക്കിവിടെ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് എന്തായിരിക്കും? അതും എത്രയാണ്? 2 ആണ് അല്ലെ. അത് രണ്ട് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഫോം ചെയ്യാൻ പോകുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്തായിരിക്കും?
1 ആയിരിക്കും, ഫസ്റ്റ് ഓർഡർ ആയിരിക്കും അല്ലെ. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്തായിരിക്കും, ഡിഫറൻഷിയേറ്റിംഗ് z വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത്, സെഡിന് നമ്മൾ എന്ത് ചെയ്യാ, എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ്, ഡോ സെഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു അല്ലെ, നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ ഡിഫറൻഷിയേഷൻ 1 ആണ് അല്ലെ. അപ്പൊ നമുക്ക് കിട്ടും എ അല്ലെ. പിന്നെന്താണ് ബി വൈ എന്ന് പറയുന്നത് ഇതിനകത്ത് എക്സ് ഉണ്ടോ, ഇല്ല. അപ്പൊ ഇതിനെ നമുക്ക് മൊത്തമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ഡിഫറൻഷിയേഷൻ എന്തായിരിക്കും, വിത്ത് റെസ്പെക്ട് ടു എക്സ് 0 ആയിരിക്കും. ഇവിടെ എന്താണ് എ ബി, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ് കിട്ടുന്നത്. അപ്പൊ ഡോ സെഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും എ അല്ലെ. ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നതാണ് പി ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും എ കിട്ടി. ഇനി അടുത്ത് എന്താണ്, ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ. വിത്ത് റെസ്പെക്ട് ടു വൈ. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു വൈ. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്, ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്തായിരിക്കും 0. ബി വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വൈയുടെ ഡിഫറൻഷിയേഷൻ 1 ആണ് ബി. പിന്നെ എ ബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ കിട്ടിയിരിക്കുന്നത്, ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ ക്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും ബി കിട്ടി. അപ്പൊ എ ഇസ് ഈക്വൽ ടു എന്താണ്, പി ആണ്, ബി ഇസ് ഈക്വൽ ടു ക്യൂ ആണ്. അത് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് കൊടുത്താൽ മതി. അപ്പൊ സെഡ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് എന്താണ്, പി എക്സ് അല്ലെ, പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്, ക്യൂ വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ബി ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്, ഇസ് ഈക്വൽ ടു അല്ല പ്ലസ് പി ക്യൂ. അപ്പൊ ഇതായിരിക്കും എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പി എക്സ് പ്ലസ് ക്യൂ വൈ ഈക്വൽ പ്ലസ് പി ക്യൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ പി ഡി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെഡ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ വൈ പ്ലസ് എ ബി ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി കോൺസ്റ്റന്റ് അല്ലെ. ഇവിടെ സെഡ് ഇസ് ഈക്വൽ ടു എന്താണ്, എ സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ വൈ പ്ലസ് എ ബി അല്ലെ. ഇവിടെ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സ് ആൻഡ് വൈ 2 ആണ്. നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റന്റ് എ ബി അതും എന്താണ് 2 ആണ്. അപ്പൊ നമുക്ക് എന്തായിരിക്കും, നമുക്ക് കിട്ടുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്തായിരിക്കും, ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഡിഫറൻഷിയേറ്റിംഗ് ഇതിന് നമ്മൾ 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ സെഡിനകത്ത് എന്തുണ്ട്, എക്സും വൈ ഉണ്ട്. അപ്പൊ സെഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ്, ഡോ സെഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു അല്ലെ. അപ്പൊ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് എക്സ് ആണെങ്കിൽ 1 ആണ്. അപ്പൊ നമുക്ക് കിട്ടും എ സ്ക്വയർ അല്ലെ. ബി സ്ക്വയർ വൈ ആണ്. അപ്പൊ ഇവിടെ എന്തില്ല, എക്സ് ഇല്ല. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം, 0 ആയി. എ ബി എന്തായിരിക്കും, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആയിരിക്കും. അപ്പൊ ഡോ സെഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. അപ്പൊ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം പി ആണ് അല്ലെ. പിന്നെ അടുത്തതാണ് ഡിഫറൻഷിയേറ്റിംഗ് 1 അതായത് ഈ ഇക്വേഷൻ തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് എന്താണ്, ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എക്സിനെ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആയിരിക്കും. ഇനി ബി സ്ക്വയർ വൈനെ വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈയുടെ ഡിഫറൻഷിയേഷൻ 1 ആണ്. അപ്പൊ നമുക്ക് കിട്ടും ബി സ്ക്വയർ. എ ബി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, അതെന്തായിരിക്കും 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് എന്താണ്, ക്യൂ ആണ്. അപ്പൊ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ക്യൂ ആയിരിക്കും. അപ്പോ നമുക്ക് രണ്ടും കിട്ടി, എ സ്ക്വയറും ബി സ്ക്വയറും കിട്ടും. അപ്പൊ സെഡ് ഇസ് ഈക്വൽ ടു നമ്മൾ ഇക്വേഷൻ എന്താ വരിക, എ സ്ക്വയർ നമ്മൾ കൊടുക്കും പി. അപ്പൊ പി എക്സ് പ്ലസ് ബി സ്ക്വയർ നമ്മൾ കൊടുക്കും ക്യൂ അല്ലെ, പ്ലസ് എ ബി ആണ് അല്ലെ. അപ്പൊ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, റൂട്ട് പി. അപ്പൊ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂ ആണ്, ബി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, റൂട്ട് ക്യൂ.
അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും, ഇത് രണ്ടിനകത്തും റൂട്ടിനാണുള്ളത്, ദാറ്റ് ഈസ് ഈക്വൽ ടു പി ക്യൂ. അപ്പൊ ഇതായിരിക്കും നമുക്ക് നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പി എക്സ് പ്ലസ് ക്യൂ വൈ ഇല്ലേ, ക്യൂ വൈ പ്ലസ് റൂട്ട് പി ക്യൂ. അടുത്ത മൂന്നാമത്തെ പ്രോബ്ലം ആണ്, ഫൈൻഡ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ z is equal to ax plus by plus root of a square plus b square by eliminating arbitrary constant. അല്ലെ. അപ്പൊ z is equal to എന്താ തന്നിരിക്കുന്നത്, ax plus by plus root of a square plus b square. നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഏതൊക്കെയാണ്, എക്സും വൈയും 2 ആണ്. ഇവിടെയും എന്താണ്, എയും ബിയും ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എന്താ, ആർബിട്രറി കോൺസ്റ്റന്റ് എണ്ണവും എന്താണ് 2 ആണ്. അപ്പൊ നമ്മൾ ഫോം ചെയ്യുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. അപ്പോ ഫസ്റ്റ് എന്തായിരിക്കും, നമ്മള് ഡിഫറൻഷിയേറ്റിംഗ് മൂന്നാമത്തെ പ്രോബ്ലം ആണ്, ഫൈൻഡ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ z is equal to x plus by plus root a square plus b square by eliminating arbitrary constant. അപ്പോൾ z is equal to ax plus by plus root of a square plus b square. ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സ് ആൻഡ് വൈ ആണ്, അത് 2 ആണ്. പിന്നെ എന്താണ്, ആർബിട്രറി കോൺസ്റ്റന്റിന്റെ എണ്ണവും എയും ബിയും ആണ്, 2 ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഫോം ചെയ്യാൻ പോകുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ ഫസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റിംഗ് വൺ, ഇക്വേഷൻ 1 എടുക്കാം, 1 വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ അവിടെ എന്തിട്ടു, ഡോ സെഡ് ബൈ ഡോ എക്സ്. ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് അറിയാൻ പറ്റും, പി ആണ് അല്ലെ. അപ്പൊ ഡോ സെഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എ എക്സിന് ചെയ്ത് കഴിഞ്ഞാൽ എ, ബി വൈന് ചെയ്താൽ 0, പിന്നെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്താൽ എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും പി കിട്ടും. പിന്നെ അടുത്ത എന്താണ്, ഡിഫറൻഷിയേറ്റിംഗ് വൺ വിത്ത് റെസ്പെക്ട് ടു വൈ. വൈ വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോ എന്താ കിട്ടുക, ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു എക്സിന് ചെയ്താൽ 0 ആയിരിക്കും, ബി വൈന് ചെയ്താൽ ബി അല്ലെ. ഇവിടെ പിന്നെ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് ചെയ്താൽ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് ബി ആണ്. അപ്പൊ ബി ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും ക്യൂ. ജസ്റ്റ് പുട്ട് ചെയ്യാം. അപ്പൊ സെഡ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് പി ആണ്, പി എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് ക്യൂ ആണ് അല്ലെ. അപ്പൊ ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യൂ വൈ പ്ലസ് എ എന്ന് പറയുന്നത് പി ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കൊടുത്താൽ പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. അപ്പൊ ഇതായിരിക്കും നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നാലാമത്തെ പ്രോബ്ലം, ഫൈൻഡ് ദ പി ഡി സെഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി കോൺസ്റ്റന്റ്. അപ്പൊ സെഡ് ഇസ് ഈക്വൽ ടു എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലെ. ഇതിന് നമ്മള് 1 എന്ന് കൊടുത്തു, ഇക്വേഷൻ 1. ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സും വൈയും അത് എത്രയാണ്, 2 ആണ്. ആർബിട്രറി കോൺസ്റ്റന്റ് എയും ബിയും 2 ആണ്. അപ്പോ നമുക്ക് കിട്ടാൻ പോകുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ ഫസ്റ്റ് ആയിരിക്കും, ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ കിട്ടും ഡിഫറൻഷിയേറ്റിംഗ് വൺ വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടും ഡോ സെഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു അല്ലെ. അപ്പൊ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോ ഇവിടെ എവിടെയാണ് എക്സ് ഉള്ളത്, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലെ. അപ്പൊ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോ എന്തായിട്ട് നമുക്ക് ഇപ്പൊ വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അല്ലെ, അത് അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ അടുത്ത് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ എക്സ് സ്ക്വയറിന് ചെയ്താൽ എന്താ കിട്ടുക, 2x അല്ലെ. അപ്പൊ എ സ്ക്വയറിന് ചെയ്താൽ എന്തായിരിക്കും, 0. അപ്പൊ നമുക്ക് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എന്തായിട്ട് വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു 2x അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു
ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ പി ആണ് അല്ലെ. അപ്പൊ പി ഇസ് ഈക്വൽ ടു എന്താണ് 2x ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത എന്താണ് ഡിഫറൻഷിയേറ്റിംഗ് T1 വിത്ത് റെസ്പെക്ട് ടു y. അപ്പൊ എന്താ ഡോ സെഡ് ബൈ ഡോ y ഇസ് ഈക്വൽ ടു ഇവിടെ y എവിടെയുള്ളത് വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനകത്താണ് y ഉള്ളത്. അപ്പൊ നമ്മൾ ഇതിന് എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. കോൺസ്റ്റന്റിനോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x അല്ലെ. 2x സ്ക്വയറിന് ചെയ്താൽ നമുക്ക് കിട്ടും 4x അങ്ങനല്ലേ കിട്ടുന്ന അല്ലെ. അതേപോലെ തന്നെ ഇവിടെ എന്താണ് ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് കോൺസ്റ്റന്റ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ചെയ്താൽ 2y അല്ലെ. ബി സ്ക്വയർ ചെയ്താൽ 0 ആയിരിക്കും. അപ്പൊ നമുക്ക് 2y കിട്ടി. അപ്പൊ ഇവിടെ എന്താ ഉള്ളത് ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് ക്യൂ ആണ്. അപ്പൊ ക്യൂ ഇസ് ഈക്വൽ ടു 2y ഇൻറ്റു എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് കിട്ടിക്കുന്നത്? പി സിക്വൽ ടു 2x ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും ക്യൂ സിക്വൽ ടു 2y ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറും അല്ലെ. അപ്പോ നമുക്ക് ഇവിടെ എന്താ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഉണ്ട്, ഇവിടെ എന്തുണ്ട് വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ നിന്നും വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറും. അപ്പൊ നമുക്ക് ഫസ്റ്റിൽ നിന്ന് എന്ത് ചെയ്യാം വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും പി ബൈ 2x. അതേപോലെ തന്നെ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ 2y അല്ലെ. ഇത് നമ്മൾ എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ സെഡ് ഇസ് ഈക്വൽ ടു അല്ലെ സെഡ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് ക്യൂ ബൈ 2y അല്ലെ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് പി ബൈ 2x അല്ലെ. അപ്പൊ ഇങ്ങോട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ 2 ഇൻറ്റു 2 തമ്മിലുള്ള 4x y z അല്ലെ. 2y ഇങ്ങോട്ട് പോയി 2x ഇങ്ങോട്ട് പോയി z അവിടെ ചെയ്യും. അപ്പൊ 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4x y z ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടും പി ക്യൂ വിച്ച് ഇസ് ദ റിക്വയർഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ.